വസീയത്തു ഷിർക്ക് എന്നുള്ളത് ഇപ്പൊ പറയാൻ ധൈര്യമുണ്ടോ? കോഴിച്ച സംഭവത്തിന്റെ ആ വാദം ഇപ്പോഴും ഞങ്ങളെ വാദമാണെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ? അപ്പൊ അവരെ വിചാരം നമ്മൾക്ക് എന്തോ അന്ന് പുതിയ വാദം ഉണ്ടാക്കി ഇപ്പൊ അതൊക്കെ മെല്ലെ ഒഴിവാക്കിയതാണ്. ഈ 2007 ഫെബ്രുവരിയുള്ള വിചിന്തനം ഉള്ള കാലത്തോളം നമ്മളെ സംബന്ധിച്ച് അതിൽ ഒരു ആശങ്കയില്ല. അതേ വാദം ഇന്നും ഇൻഷാ അല്ലാഹ് എന്നും പറയുകയും ചെയ്യും. ഇതിലൊരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ വസിയത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്കുള്ള വഴി എന്നാണ്. ഷിർക്കിലേക്കുള്ള വഴി, അതിനാണ് മലയാളത്തിലെ ഷിർക്കിലേക്കുള്ള വഴി എന്ന് പറയാം, അറബിയിൽ വസിയത്തു ഷിർക്ക്. ഈ നേരത്തെ നമ്മൾ വായിച്ച സെൻസിങ് ഉണ്ടല്ലോ, ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ ഒരു ചോദ്യം ശ്രദ്ധിച്ചോന്നും അറിയില്ല. അബ്ദുസ്സലാം സ്വലമിയോട് ചോദ്യം, മൗലവി വിഭാഗം മുസ്ലിക്കുകളാണോ എന്നാണ് ചോദിച്ചത്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? അവർ ഷിർക്കിലേക്കുള്ള വാദങ്ങളാണ് ഷിർക്കിലേക്കുള്ള വസീല എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ, ഒന്നിലേക്കുള്ള മാർഗം. ഇപ്പൊ വ്യഭിചാരത്തിലേക്കുള്ള വസീല എന്ന് പറഞ്ഞ അതിനുള്ള വഴികൾ ഉണ്ടാക്കുക, അന്യായമായ നോട്ടങ്ങള്, അന്യായമായ സ്പർശനങ്ങള്, സംസാരങ്ങൾ, അതൊക്കെ എന്താണ് സിനയിലേക്കുള്ള ഒരു വസീലയാണ്. ഏത് കാര്യത്തും വസീല ഉണ്ടാവും. ഇപ്പൊ ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വഴിയുണ്ട്, ഒരു നിസ്കാരമുണ്ടോ അതിനുള്ള വഴിയുണ്ട്, ഷിർക്കുണ്ടോ ഷിർക്കിലേക്കുള്ള വഴിയുണ്ട്. അപ്പൊ ഷിർക്കിലേക്ക് എത്തിക്കാവുന്ന ഏത് കാര്യത്തിനുമാണ് വസീല എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യം ഉണ്ടായത് ഷിർക്കല്ല, ആദ്യം ഉണ്ടായത് വസീയത്തു ഷിർക്കാണ്. ഇപ്പൊ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്താണല്ലോ ലോകത്ത് ഷിർക്ക് ഉണ്ടായത്. ആ ചരിത്രം ഇബ്നു അബ്ബാസ് വിശദീകരിക്കുന്നുണ്ട്. നൂഹ് നബിയുടെ സമുദായത്തിൽപ്പെട്ട 5 മഹാന്മാർ, ഈ 5 മഹാന്മാരും മരിച്ചപ്പോൾ ആളുകൾ ദുഃഖിക്കുകയും ആ മഹാന്മാരുടെ രൂപമുണ്ടാക്കി വെക്കുകയും ചെയ്തു. ഫലം തുഅബദ്, അന്ന് ആരാധിച്ചിട്ടില്ല. പക്ഷെ ആ രൂപമുണ്ടാക്കി വെച്ചത് തലമുറകൾ മാറിയപ്പോൾ അവർ ആരാധിക്കുന്നതിലേക്ക് എത്തിച്ചു. അപ്പൊ അന്ന് രൂപമുണ്ടാക്കിയത് ഷിർക്കിലേക്കുള്ള വഴിയായി മാറി. തലമുറ മാറിയപ്പോൾ അവർ അപ്പൊ ഷിർക്കിലേക്കുള്ള വഴി വസീലയാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണ് ഒരു വഴിയിലൂടെ പോയിട്ടാണ് അങ്ങോട്ട് എത്തുക. എങ്ങോട്ടെത്തണമെങ്കിലും ആ വഴിയിലൂടെ പോകണം. ഇപ്പൊ ഇബ്നു ഖയ്യിം റഹിമഹുല്ല പല വിഷയങ്ങളും പറയുമ്പോൾ പ്രയോഗിച്ച പ്രയോഗമാണ് വസീയത്തു ഷിർക്ക്. ഉദാഹരണമായി നബി തങ്ങൾ പറഞ്ഞു, കുന്തു നഹയ്തുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് പാടില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്ന ഹദീസിൽ കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞു? ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, അന്ന് ഖബർ സിയാറത്ത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് ഖബറിങ്ങിൽ പോയി ഖബറാളിയോട് തേടിയ ഖബറാളിയെ ആരാധിച്ച സമൂഹമാണ്. അപ്പോൾ അവർ ഖബറിങ്ങിലേക്ക് പോയാൽ ഖബറാളിയോട് തേടാനും ഖബറാളി ആരാധിക്കാനും സാധ്യത. അതുകൊണ്ട് അന്ന് നബി തങ്ങൾ പറഞ്ഞു ഖബർ സിയാറത്ത് പാടില്ല. രൂപമുണ്ടാക്കിയ ഫോട്ടോ അല്ലെങ്കിൽ പ്രതിമയുണ്ടാക്കിയ പാടില്ല എന്ന് പഠിപ്പിച്ചല്ലോ. എന്താണ് കാരണം? അത് ആരാധിക്കപ്പെടും, ഷിർക്കിലേക്കുള്ളൊരു വസീലയാണ്. അപ്പൊ എന്നതുപോലെയാണ് ജിന്ന് വിഷയത്തിലും ഉള്ളത്. ജിന്നുകൾക്ക് അബോധികമായ കഴിവില്ല, അദൃശ്യമായ കഴിവില്ല. ജിന്നുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ അത് പ്രകാരം അവർ പ്രവർത്തിക്കുന്നു. അതിനതീതമായി അദൃശ്യമായ കഴിവുണ്ട്, അബോധികമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ തന്നെ ഷിർക്ക് വരും. അപ്പോൾ ഈ അദൃശ്യമോ അബോധികമായ കഴിവുകളൊന്നും വകവെച്ച് കൊടുക്കാതെ തന്നെ ജിന്നുകളുമായി വല്ല ഇടപാടും നടത്തിയാൽ അതുപോലും ഇന്നല്ലെങ്കിൽ നാളെ ഷിർക്കിലെത്തും. അതുകൊണ്ട് ഒരു ബന്ധവും പാടില്ല എന്ന് പഠിപ്പിക്കാൻ അതായത് നമ്മളിത് പറഞ്ഞത്. ജിന്നുമായി ഇബാദത്ത് മാത്രമല്ല, ദുആ മാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല, ഒരു ബന്ധവും പാടില്ല. മുസ്ലിം ജിന്നാവട്ടെ അല്ലാതെ ജിന്നാവട്ടെ ഒരു ബന്ധവും പാടില്ല. എന്തെങ്കിലും ബന്ധമുണ്ടാക്കി ഒരുപക്ഷെ ന്യായം പറയാം, ഞാൻ ജിന്നിന് അബോധിക കഴിവ് വെച്ചു കൊടുക്കുന്നില്ല, അബോധികമായ തേട്ടമില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി, ആ ബന്ധങ്ങൾ പോലും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഷിർക്കിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഷിർക്ക് ആവാത്തതുണ്ടെങ്കിൽ പോലും അതും ഷിർക്കിലേക്ക് എത്തുന്ന വഴിയാണ്. ആ ഗൗരവം പഠിപ്പിക്കാൻ പറഞ്ഞത്. അതാണ് അട്ടിമറിച്ചിട്ട് എന്നോട് ഷിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വാദങ്ങളുമായി രംഗത്ത്. അതായത് ഈ വിഷയത്തിലാണല്ലോ കോഴിച്ചലയിൽ വാദപ്രതിവാദം ഉണ്ടായത്. കോഴിച്ചല സംവാദം ഉണ്ടാകുന്നത് എന്തിനാണ്? ഈ വിഷയത്തിലാണ്. ഈ ഷിർക്കായ വിളിയും അവിടെ നമ്മൾ പഠിപ്പിച്ചതാണ് ഒരു വിളി എപ്പോഴാണ് ഷിർക്കാവുക, എപ്പോഴാണ് ഷിർക്കല്ലാത്തതാവുക. അത് നമ്മൾ ഇതുവരെ വായിച്ചതും അല്ലാത്തതുമായ ഓരോ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അബൗദികമായ കഴിവ് ജിന്നുകളെ കൊണ്ട് വിശ്വസിച്ചാൽ ഷിർക്ക് വന്നു. ആ അർത്ഥത്തിൽ തേടിയാൽ ആ തേട്ടം ഷിർക്കായി. ആ അർത്ഥത്തിൽ ഭയപ്പെട്ടാൽ ആ ഭയപ്പാട് ഷിർക്കായി. ആ അർത്ഥത്തിൽ പ്രതീക്ഷിച്ചാൽ, സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ ഷിർക്കായി. അവയവങ്ങളുടെ ചലനം വരെ കുഞ്ഞിതുമൊരു അതുവരെ ഷിർക്കായി മാറി. എന്നാൽ അബൗദികമായ കഴിവ് ജിന്ന് വകവെച്ചു കൊടുക്കുന്നില്ല. ജിന്നുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച എന്തെങ്കിലും വ്യവസ്ഥ പ്രകാരമുള്ള സഹായമൊക്കെ ചെയ്യുകയുള്ളൂ എന്ന നിലയ്ക്ക് ഇടപെട്ടാലോ അതുപോലും ഷിർക്കിലേക്കുള്ള വഴിയാണ്, ചെയ്യാൻ പാടില്ല. ഇത് പഠിപ്പിക്കാനാണ് നമ്മൾ കോഴിച്ചനയിൽ സംവാദം നടത്തിയത്. ആ സംവാദത്തിലാണ് ചോദിച്ചത്, എങ്കിൽ ഇങ്ങനെ 2 തരം ഇടപാടുകളെ പറയുന്ന തെളിവ് ഖുർആനിലുണ്ടോ? അവിടെയാണ് സൂറത്തുൽ അൻആമിലെ
108 ആയത്ത് ഓതിയത്. അതിന് മുമ്പും 1-2 മുഖാമുകൾ ഓതിയിട്ടുണ്ട്. അതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് ആയത്ത് ഓതിയിട്ടുണ്ട്. ഇപ്പോഴും അത് ഓതുന്നുണ്ട്. പ്രബന്ധത്തിലടക്കം KJവിന് മുമ്പാകെ ഹനീഫ് കായക്കൂടിയും ഞാനും കൂടെ സംയുക്തമായി ഏൽപ്പിക്കപ്പെടുകയും ഹനീഫ് കായക്കൂടി തയ്യാറാക്കുകയും ഞാൻ കൊണ്ടുപോയി വായിക്കുകയും ചെയ്ത 18 പേജുള്ള പ്രബന്ധം അതിലടക്കം ഈ ആയത്തിലുണ്ട്. 2 വശങ്ങളെയും പരാമർശിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ 2 തലങ്ങളെയും ധാരാളം പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മജ്മൂ ഫതാവയിൽ അൽ ഫുർഖാൻ ബൈന ഔലിയാ റഹ്മാൻ ഗ്രന്ഥത്തിൽ എത്ര സ്ഥലത്താണ് ഈ ആയത്ത് ഉദ്ധരിച്ചത്. KNMന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിൽ എത്ര സ്ഥലത്താണ് ഈ ആയത്ത് അദ്ദേഹം നൽകി. ജിന്നും മനുഷ്യൻ തമ്മിലുള്ള എല്ലാ ഇടപാടുകളെയും അദ്ദേഹം അവിടെ പരാമർശിക്കുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്ത് ആലി ഇമ്രാനിലെ 179-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ആയത്ത് കൊണ്ടുവരികയും സൂറത്ത് അൻആമിലെ ആയത്ത് കൊണ്ടുവരികയും എന്നിട്ട് ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകളെ ഹറാമായത് ഷിർക്കായത് എന്ന് വേർതിരിക്കുകയും ഷിർക്കായത് എപ്പോഴാണ്, ഹറാമായത് ഏതാണ്, അത് ഏതൊക്കെ തരത്തിലാവാം തുടങ്ങിയ എല്ലാ വശങ്ങളെയും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം സൂറത്ത് അൻആമിലെ ഇതേ ആയത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം ജിന്നോള സഹായ ചോദ്യങ്ങളിൽ ഷിർക്കായതും വസീലയായതും ഉണ്ട്. അവിടെ ഒന്നും പാടില്ല, ഷിർക്കല്ല എന്ന് വിചാരിച്ചാൽ വഴിക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. في غير السحر كإرسالهم إلى بعض الأشخاص من غير عبادة لهم وهل يجوز أن نستخدمهم في أعمال الخير. അതായത് ഇപ്പോൾ ചോദ്യം അതാണ്, സിഹിറിന് വേണ്ടി അല്ലാത്ത നന്മയുടെ വഴികളിൽ ഒരാൾക്ക് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ, അത് അനുവദനീയമാണോ എന്നാണ്. ഇബാദത്തില്ല, ഒന്നുമില്ല, ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നുകളെ ഉപയോഗപ്പെടുത്താമോ എന്നാണ് ചോദ്യം. അതിന് മറുപടി കേൾക്കണം നമുക്ക്. لا ما يجوز استخدام الأموات ولا الغائبين، ما يجوز استخدام الغائبين أبدا، إنما تستخدم إنسانا حاضرا قادرا تطلب منه شيئا أن يحضره أو أن يعينك. أما بالغائب لا يجوز هذا، لأن هذا وسيلة إلى الشرك. وهذا يدخل في قوله تعالى ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس قال أولياؤهم من الإنس ربنا استمتع بعضنا ببعض. هذا استمتاع، الاستعانة بهم استمتاع. ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله. وفي قوله تعالى وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. لا يجوز الاستعانة بالجن. ومن اللي يقولون نستعين بالمؤمنين، وش اللي يدريك أنهم مؤمنين؟ قد يدعي أنه مؤمن وهو كافر مشرك، ما الذي يدريك أنه مؤمن؟ فلا يجوز، الحاصل أنه ما يجوز الاستعانة بالجن أبدا في وجه من الوجوه، لأن هذا يفتح باب الشر على المسلمين ويفتح الإخلال بالعقيدة ووسيلة إلى الشرك بالله عز وجل. نعم. ഇവിടെ നിലക്കും പാടില്ല, ഇവിടെ നിലക്കും അനുവദനീയമല്ല, ശിർക്കിലേക്കുള്ള വസീലയാണ്. അദ്ദേഹം രണ്ടും പറഞ്ഞു. സുൽത്താൻ ആയത്ത് പറഞ്ഞു, 6-ാമത്തെ ആയത്ത് പറഞ്ഞു. ഷിർക്കായത്, ഷിർക്കിന്റെ വഴിയായത് എല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ജായിസ് അല്ല. ഇനി ഇതേ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ അല്ലാമ ശൻഖീത്തി റഹിമഹുള്ളയുടെ അദ്വാ ഉൽ ബയാനിൽ അദ്ദേഹം വ്യക്തമായി മുവഹിദുകൾ ചെയ്ത ഇസ്തിംതാളുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയത് കാണാൻ കഴിയും. റഷീദുൽ തഫ്സീറുൽ മനാറിൽ ഫിശ്ശിർക്കി വഅസ്ബാബിഹി, ഷിർക്കും ഷിർക്കിന്റെ അസ്ബാബുകളും എന്ന പ്രയോഗം അവിടെ നടത്തിയത് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ സ്വഹീഹ് അൽ ഷെയ്ഖിന്റെ കിതാബ് തൗഹീദിൻ ഷറഹിൽ അത്തംഹീദിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. നമ്മൾ പത്തപ്പിരിയം വാദപ്രതിവാദത്തിൽ നമ്മളത് വായിച്ചു, അല്ല അബ്ദുറഹ്മാൻ സലഫിയെ കൊണ്ട് വായിച്ചു, അദ്ദേഹമാണത് വായിച്ചു പറഞ്ഞത്. അൽ ഷെയ്ഖ് 2 പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ KJവിൽ സമർപ്പിച്ച പ്രബന്ധത്തിൽ തന്നെ 18-ാമത്തെ പേജിൽ ഹനീഫ് കായക്കൂടി കൊടുത്ത പദപ്രയോഗങ്ങളാണ് പല പണ്ഡിതന്മാരും ദറാഇഉ ശിർക്ക്, വസായിലു ശിർക്ക് എന്നൊക്കെയുള്ള പല പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട്. ശിർക്ക് വസീലകൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയല്ല, ഇതിന് വ്യത്യസ്ത തലങ്ങളെ പരിഗണിക്കുമ്പോൾ അവർ നടത്തിയ പദപ്രയോഗങ്ങൾ.